ഇന്ന് റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വൈറലായ കൊറിയൻ സ്പൈറൽ ക്യൂക്കമ്പർ സാലഡ് ഉണ്ട്. എന്നാൽ പിന്നെ അതങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ക്യൂക്കമ്പർ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു ക്യൂക്കമ്പർ എടുത്തിട്ട് സെമി സർക്കിളായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ക്യൂക്കമ്പറിൻ്റെ തന്നെ മറ്റേ ഭാഗം എടുത്തിട്ട് ഏകദേശം ഒരു 45 ഡിഗ്രി ചെരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പൈറലായിട്ടുള്ള ക്യൂക്കമ്പർ കിട്ടും. സെയിം പ്രോസസ്സ് തന്നെ എല്ലാ ക്യൂക്കമ്പറും അങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ചില ക്യൂക്കമ്പർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റേത് രണ്ടെണ്ണം അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം ഊർന്നു വരും. ആ വെള്ളം കളയണം. എന്നിട്ട് ഈ ക്യൂക്കമ്പറിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ വിനാഗിരി, 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ആഡ് ചെയ്യണം, അത് മറക്കരുത്. നമ്മുടെ വൈറലായിട്ടുള്ള ഈ കൊറിയൻ സ്പൈറൽ ക്യൂക്കമ്പർ സാലഡ് ഒന്നുണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. സാലഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.